ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബേക്കറിയിൽ എങ്ങനെയാണ് നല്ല ലെയറുകളുള്ള പപ്സ് ഉണ്ടാക്കുക എന്നാണ് കാണാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ ഷോപ്പിൽ ഉണ്ടാക്കുന്ന പപ്സാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. പപ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പപ്സിനുള്ള മാവ് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായുള്ള മൈദ ഞാൻ ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് വാനില പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മെഷീൻ സ്റ്റാർട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവാവുന്നത് വരെ ഒരു 15 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കൈകൊണ്ടാണ് നമ്മൾ മാവ് കുഴയ്ക്കുന്നതെങ്കിലും മാവ് നന്നായിട്ട് കുഴയ്ക്കണം, എന്നാലാണ് നമുക്ക് പപ്സ് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി മാവ് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് പകുതിയൊക്കെ കുഴയാവുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടി കുഴച്ചെടുക്കണം കേട്ടോ. പപ്സിൻ്റെ മാവ് അവിടെ നന്നായിട്ട് കുഴയുന്ന സമയം കൊണ്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാലോ. ഇനി നമുക്ക് കുഴച്ച മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിടാം. ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിലേക്ക് വനസ്പതി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേശയിൽ മാവ് പറ്റി പിടിക്കാതിരിക്കും. ഇപ്പോൾ കുഴച്ച് ഷേപ്പൊക്കെ ചെയ്തിട്ടിട്ടുള്ള മാവ് ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു റോളർ ഉപയോഗിച്ചിട്ട് നല്ല കട്ടിയിൽ നമുക്കിതെല്ലാം ഒരേപോലെ പരത്തി കൊടുക്കുക. ഒരുപാട് നൈസായി പോവണ്ട, നല്ല കട്ടിയിൽ വേണം നമ്മളിത് പരത്തി കൊടുക്കാനായിട്ട്. എല്ലാം ഇതേപോലെ പരത്തി കൊടുക്കുക. എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ വനസ്പതി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാണ് ബേക്കറികളിലേക്ക് പപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വനസ്പതി. അപ്പോൾ ഈ വനസ്പതിയെക്കുറിച്ചൊക്കെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ബേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളൊരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നടത്തുന്നുണ്ട്. അതിൽ ഒരുപാട് ബേക്കറി ഐറ്റംസ് വളരെ ചെറിയ ഫീസിൽ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് അയക്കണേ. ഇനി നമ്മൾ കട്ടിയിൽ പരത്തിയിട്ടിട്ടുള്ള നമ്മുടെ മാവിലേക്ക് ഇതേപോലെ വനസ്പതി ഇട്ടിട്ട് നല്ല കട്ടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേപോലെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുക, എന്നാലാണ് പപ്സിന് ലെയർ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഒരു പ്രാവശ്യം വനസ്പതി തേച്ച മാവ് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. എല്ലാം നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കിയതിന് ശേഷവും നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 15 മിനിറ്റ് വെച്ചാലും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെച്ച് കൊടുക്കണേ. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാവ് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ പരത്തിയെടുക്കുക. ആദ്യം പരത്തിയതുപോലെ അല്ല കേട്ടോ, ഇനി കുറച്ച് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ വീണ്ടും നമുക്ക് വനസ്പതി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മാവ് ഇതേപോലെ ചെറിയ ചെറിയ മടക്കുകളാക്കിയിട്ട് എടുക്കുക കേട്ടോ. എത്രത്തോളം മടക്കുകൾ ഉണ്ടാവുന്നോ അതിനനുസരിച്ച് നമുക്ക് പപ്സിന് ലെയറും കിട്ടും. ഇതുപോലെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നെയ്യൊന്നും അപ്ലൈ ചെയ്യാതെ ഒന്നുകൂടി പരത്തിയിട്ട് ഇതുപോലെ ഒന്നും കൂടി മടത്തിയെടുത്താലും നല്ല ലെയറുകൾ കിട്ടും കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ആക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതാ കടയിൽ നിന്നൊന്നും വാങ്ങാതെ നല്ല പപ്സിൻ്റെ പേസ്ട്രി നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ബേക്കറി ഐറ്റംസ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ മെസ്സേജ് അയക്കൂ. ജനുവരി 10-നാണ് അടുത്ത ബാച്ച് തുടങ്ങുന്നത്. ഏതൊരാൾക്കും ചേരാൻ പറ്റുന്നത്ര തുച്ഛമായ ഫീസ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർക്കെല്ലാം ഈ അവസരം പ്രയോജനപ്പെടുത്താം. പപ്സിൻ്റെ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പരത്തുന്നതാണ് നല്ലത്. അപ്പോൾ പപ്സിൻ്റെ ലെയറുകൾ എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പപ്സിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവണമെങ്കിൽ നമ്മൾ പപ്സിന് എന്ത് ചെയ്യണം? നല്ലൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങളുടെ ഷോപ്പിലൂടെ ദിവസം ധാരാളം പപ്സ് വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. നല്ല ലെയറുള്ള പപ്സും അതേപോലെ തന്നെ ലതേച്ചി ഉണ്ടാക്കിയ മസാലയുടെ കൈപ്പുണ്യവും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ പപ്സ് കഴിച്ചവരൊക്കെ വീണ്ടും വരാറുണ്ട്. പപ്സിന് മസാല ഉണ്ടാക്കുമ്പോൾ കുരുമുളകും മല്ലിച്ചപ്പും ഒക്കെ നന്നായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. മസാല ഉണ്ടാക്കി വെച്ചാൽ പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി പൊളിച്ച് വെക്കാം. നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് നന്നായിട്ട് പരത്തിയെടുക്കാം. നമുക്ക് മുട്ട പപ്സോ വെജിറ്റബിൾ പപ്സോ സ്വീറ്റ് പപ്സോ ഇനി ചിക്കൻ പപ്സോ എന്ത് ബനാന പപ്സോ എന്ത് പപ്സോ വേണമെങ്കിലോ ഈ ഒരു പേസ്ട്രി തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 4 ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം.
ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തത് മുട്ട പപ്സിനുള്ള ഷീറ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മടക്കിയെടുക്കുക. മുട്ടയൊന്നും വെളിയിൽ കാണാത്ത രീതിയിൽ നന്നായിട്ട് മടക്കണം കേട്ടോ. പപ്സ് ഓവനിൽ വിടാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് പപ്സ് ഓവനിലേക്ക് വിടാം അല്ലേ. 180 ഡിഗ്രിയിലാണ് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ആക്കേണ്ടത്. എന്നിട്ട് 180 ഡിഗ്രിയിൽ തന്നെയാണ് ചൂട് കൊടുത്ത് പപ്സ് ബേക്ക് ചെയ്തെടുക്കേണ്ടതും. ബേക്ക് ചെയ്യാനായിട്ട് മുട്ട പപ്സൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 3/4 മുതൽ 1 മണിക്കൂർ സമയം തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ പപ്സൊക്കെ ഉണ്ടാക്കാൻ ഇത്രത്തോളം പാടുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും. സത്യമായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ചിലവും ഉണ്ട് കേട്ടോ പപ്സ് ഉണ്ടാക്കാൻ. ഇനി ആരും പപ്സ് കഴിച്ചിട്ട് വില കൂടുതലാന്ന് പറയല്ലേ കേട്ടോ. ഇതാ നോക്കൂ, നമ്മുടെ പപ്സ് ഓവനിൽ ലെയറൊക്കെ എടുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ബേക്കറിയിൽ ഉണ്ടാക്കിയ നല്ല ലെയറോട് കൂടിയിട്ടുള്ള രുചിയുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ കാര്യം മറന്നു പോകണ്ട. ജനുവരി 10-നാണ് അടുത്ത ബാച്ച് തുടങ്ങുന്നത്. നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.